ഏപ്രിൽ 18-ന് ആരംഭിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ജൂൺ 1-ന് തിരശ്ശീല വീഴാൻ പോകുകയാണ്. 7ാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന 57 ലോക്സഭാ സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. അവസാന ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബിലെ 13 ലോക്സഭാ മണ്ഡലങ്ങളിലും ജൂൺ 1-നാണ് വോട്ടെടുപ്പ്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അകാലിദളും BJPയും മത്സരരംഗത്ത് സജീവമാണ്. പഞ്ചാബിലെ പല മണ്ഡലങ്ങളിലും വാശിയേറിയ ചതുഷ്കോണ മത്സരമാണ് അരങ്ങേറുന്നത്. പരമ്പരാഗത സഖ്യകക്ഷിയായ അകാലിദളുമായുള്ള ബന്ധം ഉപേക്ഷിച്ച BJP ഇത്തവണ ഒറ്റയ്ക്കാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ തവണ അകാലിദളുമായി ചേർന്ന് മത്സരിച്ച BJP 2 ലോക്സഭാ സീറ്റുകളിൽ വിജയിച്ചിരുന്നു. ഇത്തവണ ഒറ്റയ്ക്കാണ് എങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നരേന്ദ്രമോദിയുടെ പാർട്ടി. നഗരമേഖലകളിൽ പരമ്പരാഗതമായുള്ള സ്വാധീനത്തിനൊപ്പം മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ കഴിഞ്ഞതും നേട്ടമാകുമെന്നാണ് പഞ്ചാബ് BJPയുടെ കണക്കുകൂട്ടൽ. ഇത്തവണ ചുരുങ്ങിയത് പഞ്ചാബിലെ 4 ലോക്സഭാ സീറ്റിലെങ്കിലും വിജയിക്കാൻ സാധിക്കുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. 2019-ൽ ജയിച്ച ഗുരുദാസ്പൂർ, ഹോഷിയാർപൂർ എന്നീ മണ്ഡലങ്ങൾ നിലനിർത്തുന്നതിനൊപ്പം ലുധിയാന, ജലന്ധർ എന്നീ സീറ്റുകൾ പിടിച്ചെടുക്കാനും പാർട്ടി ലക്ഷ്യമിടുന്നു. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ബിരൻ സിംഗിന്റെ ചെറുമകനും കോൺഗ്രസ് നേതാവുമായിരുന്ന രവനീത് സിംഗ് ബിട്ടുവാണ് ലുധിയാനയിലെ BJP സ്ഥാനാർത്ഥി. അടുത്തിടെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന രവനീത് 2014-ലും 2019-ലും ലുധിയാനയിൽ നിന്ന് ജയിച്ചാണ് MP ആയത്. പാർട്ടി മാറിയെങ്കിലും ജനങ്ങൾക്കിടയിൽ ബിരൻ സിംഗിന്റെ കുടുംബത്തിനുള്ള സ്വാധീനം ഇത്തവണ വോട്ടായി മാറുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. ജലന്ധറിലും പ്രമുഖനായ സ്ഥാനാർത്ഥികളെയാണ് BJP ഇത്തവണ രംഗത്തിറക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ നിന്ന് ജയിച്ച AAPയുടെ ഏക MP ആയ സുശീൽ കുമാർ റിംഗുവാണ് ജലന്ധറിലെ BJP സ്ഥാനാർത്ഥി. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 2 മാസം മുൻപ് ആം ആദ്മി പാർട്ടി വിട്ട് BJPയിലേക്ക് ചേക്കേറുകയായിരുന്നു റിംഗു. ജലന്ധറിലെ സിറ്റിംഗ് MP കൂടിയാണ് സുശീൽ കുമാർ റിംഗു. പഞ്ചാബിലെ നഗരമണ്ഡലങ്ങളിലാണ് BJPക്ക് നിലവിൽ കൂടുതൽ സ്വാധീനം. ലുധിയാന, ജലന്ധർ, അമൃത്സർ, പട്യാല എന്നീ വലിയ നഗരങ്ങളിൽ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. പഞ്ചാബിലെ ഭൂരിപക്ഷമായ സിഖ് മതസ്ഥർക്ക് കൂടുതൽ സ്വാധീനം ഗ്രാമീണ മേഖലകളിലാണ്. സിഖ് ഭൂരിപക്ഷ സംസ്ഥാനമാണ് എങ്കിലും പഞ്ചാബിലെ 31% ജനങ്ങൾ ഹിന്ദുക്കളാണ്. വികസനത്തിലൂന്നി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനസ്വാധീനവും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും ഹിന്ദു ഭൂരിപക്ഷ നഗരമണ്ഡലങ്ങളിൽ BJPയെ തുണയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിനു പുറമെ കൂടുതൽ സിഖ് നേതാക്കൾ BJPയിലേക്ക് കടന്നു വരുന്നതും അനുകൂല ഘടകമാണ്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ ഭാര്യയും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രണീത് കൗർ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് കഴിഞ്ഞ മാർച്ചിൽ BJPയിൽ എത്തിയിരുന്നു. പ്രണീത് കൗറാണ് പട്യാല ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി. പ്രശസ്ത സൂഫി ഗായകനും നോർത്ത് വെസ്റ്റ് ഡൽഹിയിലെ സിറ്റിംഗ് BJP MPയുമായ ഹൻസ്രാജ് ഹാൻസ് പഞ്ചാബിലെ ഫരീദ്കോട്ടിൽ നിന്നാണ് ഇക്കുറി അംഗം കുറിക്കുന്നത്. അമൃത്സറിൽ തരൺജിത് സന്ധുവും ഗുരുദാസ്പൂരിൽ ദിനേശ് സിംഗുമാണ് BJP സ്ഥാനാർത്ഥികൾ. മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കി എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുകയാണ് BJPയുടെ തന്ത്രം. 2022-ൽ നടന്ന പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് BJP 6.6% വോട്ട് നേടി നില മെച്ചപ്പെടുത്തിയിരുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അകാലിദളും തമ്മിൽ കടുത്ത ത്രികോണ പോരാട്ടം നടന്നിട്ടും സ്വന്തം ശക്തി കേന്ദ്രങ്ങളിൽ പിടിച്ചു നിൽക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. 2017-ൽ അകാലിദളിനൊപ്പം സഖ്യമായി ജനവിധി തേടിയിട്ടും 5.4% വോട്ടാണ് BJP സമാഹരിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അകാലിദളുമായി സഖ്യത്തിൽ മത്സരിച്ച BJP പഞ്ചാബിൽ 2 സീറ്റുകൾ നേടിയിരുന്നു. ബോളിവുഡ് താരം സണ്ണി ഡിയോൾ ഗുരുദാസ്പൂരിൽ നിന്ന് ജയിച്ചപ്പോൾ സോം പ്രകാശ് ഹോഷിയാർപൂരിൽ നിന്ന് ജയിച്ചു കയറി. 2019-ൽ 10%-നടുത്ത് വോട്ട് നേടാനും BJPക്ക് സാധിച്ചിരുന്നു. വർഷങ്ങളോളം പഞ്ചാബ് മാറി മാറി ഭരിച്ച അകാലിദളിനോടും കോൺഗ്രസിനോടും പഞ്ചാബി ജനതയ്ക്ക് ഇപ്പോൾ കാര്യമായ പ്രതിബദ്ധത ഇല്ലെന്നതാണ് വസ്തുത. മോഹന വാഗ്ദാനങ്ങൾ നൽകി ഏറെ പ്രതീക്ഷയോടെ അധികാരത്തിലെത്തിയ AAP സർക്കാരിനെതിരെ ചുരുങ്ങിയ കാലത്തിനിടയിൽ തന്നെ ജനവികാരം ശക്തമാണ്. ഖാലിസ്ഥാൻ വിഘടനവാദികളുമായുള്ള AAP പഞ്ചാബ് ഘടകത്തിന്റെ ബന്ധം സിഖ് മതസ്ഥർക്കിടയിൽ പോലും അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. വാഗ്ദാന ലംഘനങ്ങളും മദ്യകുംഭകോണവും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമെല്ലാം പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം വരുത്തിയിട്ടുണ്ട്.
സംസ്ഥാനത്തെ നിലവിലെ അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി കരുത്ത് തെളിയിക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ജാഖറിന്റെ നേതൃത്വത്തിൽ അവസാനവട്ട കരുനീക്കങ്ങളിലാണ് പഞ്ചാബ് ബി.ജെ.പി.